യൂട്യൂബിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് യൂട്യൂബിനുള്ളിൽ തന്നെ വീഡിയോയ്ക്കുള്ളിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ ആഡ് റവന്യൂ കിട്ടുന്നതിനേക്കാളും കൂടുതലാണ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്തുകൊണ്ട് ആളുകൾ ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഇതേ പരിപാടി തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ നമുക്ക് ഇതേ രീതിയിൽ അഫിലിയേറ്റ് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എങ്ങനെ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാമെന്നും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്യരുത്, അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ്. ഫേസ്ബുക്ക് പേജിൽ ഇവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് വരിക. അതിനുശേഷം മോണിറ്റൈസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരിക. അതിനുശേഷം താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ ഏണിങ്സ് കണ്ട് ഞെട്ടണ്ട. ഞാൻ ഫേസ്ബുക്കിൽ അത്ര ആക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏണിങ്സ് അങ്ങനെ കിടക്കുന്നത്. ഫേസ്ബുക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് റെഡി ടു സെറ്റപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ഈ സ്റ്റാർസോ സബ്സ്ക്രിപ്ഷനോ ഒക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കില്ല. ഏതാണോ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനുള്ളത് അതായിരിക്കും കാണിക്കുക. അപ്പോൾ എനിക്കിതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ കിടക്കുകയാണ്, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അഫിലിയേറ്റ് പാർട്ണർഷിപ്പ് അത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ്. അതിനായിട്ട് ആക്ടിവേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ അവൈലബിൾ പ്രോഗ്രാംസ് കാണിച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടും മിന്ത്രയുമാണ് ഇവിടെ രണ്ടെണ്ണമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈറ്റുകൾ. നമുക്ക് ഇതിലെ പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഫേസ്ബുക്കിൽ ടാഗ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഫ്ലിപ്കാർട്ട് എന്നുള്ള ആ ഒരു സെക്ഷനിൽ ആദ്യം ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അലോയിൽ ക്ലിക്ക് ചെയ്തു. അലോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ആപ്പിന് വെളിയിലോട്ടാണ് പോകുന്നത്. അതായത് ഫേസ്ബുക്ക് ആപ്പിന് വെളിയിൽ വെബ് പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ ഫ്ലിപ്കാർട്ടിൽ ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ആ ഒരു നമ്പർ കൊടുത്തുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ ലോഗിൻ ചെയ്യണം. OTP വന്നു. OTP എൻ്റർ ചെയ്ത് വെരിഫൈയിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ കാണാൻ സാധിക്കും ഷെയർ പ്രൊഡക്റ്റ് ആൻഡ് ഏൺ കമ്മീഷൻ. അതായത് ഫ്ലിപ്കാർട്ടും മിന്ത്രയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിലെ പ്രൊഡക്റ്റുകളിൽ ഫേസ്ബുക്കിൽ ടാഗ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇനിയും ജസ്റ്റ് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ആ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി. ഫ്ലിപ്കാർട്ട് ഇപ്പം മെറ്റയുമായിട്ട് കണക്ട് ആയി. ഇതേപോലെ തന്നെ മിന്ത്രയിലും നമ്മൾ ചെയ്യുന്നു. അലോയിൽ ക്ലിക്ക് ചെയ്യുന്നു. സെയിം പ്രോസസ്സിംഗ് ആണ്, അത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ ചെയ്തോളൂ. ഞാനിവിടെ മിന്ത്ര കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് OTP വരുന്നില്ല, അതുകൊണ്ട് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് കൂടുതലും പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യുന്നത്. അപ്പം ഞാൻ ബാക്ക് ചെയ്ത് ആദ്യത്തെ പേജിലെത്തി. ഇനി നേരെ സ്കിപ്പ് നൗവിൽ ക്ലിക്ക് ചെയ്യുകയാണ്. കാരണം എനിക്ക് മിന്ത്ര കണക്ട് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ സ്കിപ്പ് നൗവിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും യു ആർ ഇൻ ഹിയർ, ഹൗ ടു സ്റ്റാർട്ട് ഏണിംഗ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബ്രൗസ് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ബ്രൗസ് പ്രൊഡക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ബ്രൗസ് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് വരും. ഇവിടെ കുറേയധികം പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഡിസ്കവർ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അതേപോലെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ സെർച്ച് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റുകൾ ഫൈൻഡ് ചെയ്തുകൊണ്ട് ടാഗ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇൻസ്പിറേഷൻ, കമ്മീഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ ടാഗ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഓരോ പ്രൊഡക്റ്റുകളിലും എത്ര പെർസെൻറ്റേജ് കമ്മീഷൻ ഉണ്ടെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പ്രൊഡക്റ്റുകളിലൊക്കെ കമ്മീഷൻ വരുന്നത് 11% വരെ കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. 10%, 8%, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ പ്രൊഡക്റ്റുകൾ, അതിൻ്റെ വാല്യൂ അതിനനുസരിച്ചൊക്കെയാണ് കമ്മീഷൻ ഇവിടെ കാണിക്കുക. നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. DJI Pocket 3 ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ എനിക്ക് തോന്നുന്നു Pocket 3 ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, Pocket 3യുമായിട്ട് ബന്ധപ്പെട്ട ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കമ്മീഷൻ എത്രയാണെന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റിനൊക്കെ 0 കമ്മീഷനാണ്. അപ്പോൾ ചില പ്രൊഡക്റ്റുകൾക്ക് 0 കമ്മീഷനാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. ഈ പ്രൊഡക്റ്റുകൾക്കെല്ലാം 0 കമ്മീഷനാണ്. ഇതിലൊന്നും കമ്മീഷൻ ഇല്ല നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമ്മൾ നേരെ ബാക്ക് ചെയ്ത് നമ്മുടെ ഹോം പേജിലേക്ക് എത്തുന്നു. ഹോം പേജിൽ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു റീലിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒന്ന് ടാഗ് ചെയ്ത് നോക്കുക. അതായത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത പബ്ലിഷ് ആക്കിയിട്ടുള്ള റീലിൽ ടാഗ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതൊരു ലോങ് വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ അല്ല, ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് ടാഗ് ചെയ്ത് നോക്കാവേ. അതിനായിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ ഒരു സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരും. മാനേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആഡ് അഫിലിയേറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്ത് ആഡ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ URL ഉണ്ട്, പ്രൊഡക്റ്റ് നെയിമും ഉണ്ട്. മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഞാൻ ട്രൈ ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുക, മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ലിങ്ക് എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ആകത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടേക്കുള്ള ലിങ്ക്, അതായത് ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ കാണിച്ചില്ല. അതിനായിട്ട് വീണ്ടും നമ്മൾ ബാക്കിൽ പോകുന്നു. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. വീണ്ടും മോണിറ്റൈസേഷൻ സെക്ഷനിൽ വരുന്നു. അതിനുശേഷം നമ്മൾ അഫിലിയേറ്റ് പാർട്ണർഷിപ്പിൽ പോകുന്നു. ഇവിടെ ആ സെയിം പേജ്, നമ്മൾ മുമ്പേ കണ്ട പേജ് ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എടുക്കണം. ഇപ്പം ഞാനൊരു സെബ്രോണിക് ഹെഡ്ഫോൺ
വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ് സെബ്രോണിക്സിൻ്റെ ഹെഡ്ഫോൺ ഇവിടെ ലഭിക്കുന്നുണ്ടോ എന്ന്. യെസ്, സെബ്രോണിക്സിൻ്റെ ഹെഡ്ഫോൺ വരുന്നുണ്ട്. ഇവിടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പാർട്ട്ണർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ വ്യൂ പ്രൊഡക്റ്റ് ഓൺ ഫ്ലിപ്കാർട്ടിന് മാത്രം കൊടുക്കുക. അപ്പോൾ ഫ്ലിപ്കാർട്ടിലെ പ്രൊഡക്റ്റുകളായിരിക്കും ഇവിടെ കാണിക്കുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് ക്രിയേറ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു പോസ്റ്റായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പി ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ലിങ്ക് കോപ്പി ചെയ്ത് നേരെ ബാക്ക് പോകുന്നു. ബാക്ക് പോയിട്ട് നമ്മൾ ആ ഒരു എടുത്ത റീലുണ്ടല്ലോ, ആ റീലിലേക്ക് വരുന്നു. വീണ്ടും മാനേജ് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അഫിലിയേറ്റിൽ വരുന്നു. ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നെയിം കൊടുക്കുന്നു. ഹെഡ്ഫോണിന് ഞാൻ നെയിമും കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ആ പ്രൊഡക്റ്റ് ഇവിടെ മുകളിലായിട്ട് ഷോ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ സേവ് ചെയ്യാം. ഞാനിപ്പോൾ അത് സേവ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ടാഗ് ചെയ്ത പ്രൊഡക്റ്റ് ആ ഒരു റീലിനുള്ളിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആരും ഞാൻ അത് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാലും അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഷോ ചെയ്യും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു റീലിലാണ് നമ്മളിത് ചെയ്തത്. ഇനി നമുക്കൊരു പുതിയ റീലിലേക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുകൂടെ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ക്രിയേറ്റ് റീലിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. സാധാരണ നമ്മൾ റീൽ അപ്ലോഡ് ചെയ്യുന്ന അതേ പ്രോസസ്സിംഗ് ആണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. ഇവിടെ ആ ഒരു റീലുമായിട്ട് ബന്ധപ്പെട്ട സെറ്റിംഗ്സ് ചെയ്യാനുള്ള സെക്ഷനാണ്. ഇവിടെ നമുക്ക് ടൈറ്റിലും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പം സെയിം ഇന്റർഫേസ് നമ്മൾ ആദ്യം കണ്ട ഇന്റർഫേസ് ഓപ്പൺ ആയി. ആഡ് അഫിലിയേറ്റ് പ്രൊഡക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സി ഓൾ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് കസ്റ്റം ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. സി ഓൾ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത ഒരു സെക്ഷൻ ഉണ്ടല്ലോ അവിടേക്ക് ഡയറക്റ്റ് പോകും. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വാക്യൂം ക്ലീനർ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഞാൻ വാക്യൂം ക്ലീനറിൻ്റെ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാക്യൂം ക്ലീനർ എന്ന് സെർച്ച് ചെയ്തു. ഇപ്പോൾ ഇവിടെ കുറേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വാക്യൂം ക്ലീനർ. നമുക്ക് പാർട്ണർ സെലക്ട് ചെയ്യാം. ഫ്ലിപ്കാർട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു വാക്യൂം ക്ലീനർ നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വാക്യൂം ക്ലീനർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ 2% ആണ് അതിൻ്റെ കമ്മീഷൻ. അതിനുശേഷം ആഡ് ടു ലേറ്റസ്റ്റ് ഡ്രാഫ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഇതാ ഇവിടേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സി ഓൾ പ്രൊഡക്ട്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു റാൻഡം പ്രൊഡക്റ്റ് ഞാൻ ആഡ് ചെയ്ത് നോക്കുകയാണ്. ആഡ് ടു ലേറ്റസ്റ്റ് ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ ആഡ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ഇവിടെ റീപ്ലേസ് ആയിട്ടുണ്ട്. അതായത് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, സിംഗിൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് റിമൂവ് ചെയ്യുന്നു. ആദ്യം ആഡ് ചെയ്ത സെയിം പ്രൊഡക്റ്റ് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ചെയ്തു. ഇത്രയും കാര്യമുള്ളൂ. ഇനി നമുക്ക് ക്രിയേറ്റ് കസ്റ്റം ലിങ്ക് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത അതേ പരിപാടി, അതായത് അത് ഞാനൊരു സംഭവം കാണിച്ചല്ലോ, സെയിം പേജിൽ പോകുന്നു, അവിടുന്ന് ലിങ്ക് എടുക്കുന്നു, ഇവിടെ കോപ്പി ചെയ്യുന്നു, നെയിം കൊടുക്കുന്നു, ആ രീതിയിലുള്ള പരിപാടിയാണ്. അതിനേക്കാളും കുറച്ചുകൂടി ഈസി നമുക്ക് സി ഓൾ പ്രൊഡക്റ്റിൽ പോയിട്ട് അവിടുന്ന് തന്നെ ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതായത് പുതിയ റീൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വളരെ ഈസിയാണെന്ന് ചുരുക്കം. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇത് സേവ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആഡ് പ്രൊഡക്റ്റ് സെക്ഷനിൽ നമ്മൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് ലിങ്ക് ആഡഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഒരു ടൈറ്റിൽ കൊടുത്ത് തമ്പനയിൽ വേണമെങ്കിൽ ഇവിടെ ഒന്ന് ആഡ് ചെയ്യാം. ഇനി ഞാൻ ആ ഒരു റീൽ ഇവിടെ ഒന്ന് ഷെയർ നൗവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ടാഗ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഒരു റീലിൽ കാണിക്കുക എന്നുള്ളത് നോക്കാവേ. അപ്പോൾ നമ്മൾ ഇപ്പം ടാഗ് ചെയ്തത് ഈ ഒരു റീലിലാണ്. പക്ഷേ ആ റീൽ ഓപ്പൺ ആയി കഴിഞ്ഞപ്പം ആ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്തത് കാണിക്കുന്നില്ല. കുറച്ച് ടൈം എടുക്കും ഇത് സ്ക്രീനിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് വരാനേ. അപ്പോൾ നമുക്ക് മുമ്പ് ടാഗ് ചെയ്തതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ റീലിൽ നമ്മൾ ടാഗ് ചെയ്തത് ഇവിടെ കാണാൻ സാധിക്കും. ഹെഡ്ഫോൺ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഇത് ഫ്ലിപ്കാർട്ടിലേക്ക് ഓപ്പൺ ആവും. ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ടാഗ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങളുടെ വ്യൂവേഴ്സിന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിന് എത്രയാണോ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ആ കമ്മീഷൻ ഫേസ്ബുക്കിൻ്റെ ത്രൂ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. റീൽസ് ഒക്കെ നിങ്ങൾ ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തുകൊണ്ട് അതിൽ നിന്നോട് ഏൺ ചെയ്യുക. ആഡ് റവന്യൂവിനേക്കാളും കൂടുതലാണ് അഫിലിയേറ്റിലൂടെ ആളുകൾ ഏൺ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തേക്കുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.